ഒരിക്കൽ കൂടി നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കാൻ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ചില ദൂതുകൾ, സംഭവിക്കാൻ പോകുന്ന ചില സംഭവങ്ങൾ, കാര്യങ്ങൾ, ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നോട് ഇടപെട്ടതിന് നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഞങ്ങളുടെ ചർച്ചിൽ അല്ലാതെ ഞാൻ മറ്റെവിടെയും പ്രസംഗിച്ചിട്ടില്ല. ഇവിടെയാണ് പൊതു സ്ഥലത്ത് ആദ്യമായിട്ട് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഒരു വാക്യം വായിച്ച് ആരംഭിക്കാം. എന്നെ വാക്യം വായിക്കാൻ ആരെങ്കിലും സഹായിക്കണം. സാംസ് 118 118-ാം സങ്കീർത്തനത്തിന്റെ 15-ാം വാക്യം. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരത്തിൽ ഉണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിച്ചിരിക്കും. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞാട്ടെ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഈ സങ്കീർത്തനം പുതിയ നിയമത്തിൽ ഏറ്റവും അധികം കോട്ട് ചെയ്തിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് എന്ന് പറഞ്ഞ സ്തോത്രം അതിശയിക്കാനൊന്നുമില്ല. ഇതിൽ ഒത്തിരി പ്രവചന ശബ്ദങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. യേശു ഏറ്റവും അധികം കോട്ട് ചെയ്ത സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് ഇത്. അപ്പോസ്തലന്മാർ അധികം കോട്ട് ചെയ്ത സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് ഈ സങ്കീർത്തനം. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, 2024 എൻ്റെ ജനത്തിൻ്റെ ഭവനങ്ങളിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെ ഘോഷം ഞാൻ മുഴക്കാൻ പോകുന്നു എന്ന്. അത് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. കണ്ണുനീരിൻ്റെയും നിരാശയുടെയും പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധിയുടെ ശബ്ദം കേട്ട് തളർന്നു കിടക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് 2024 ഈ ശബ്ദത്തിന്റെ പരിമിതിയിൽ ആരെങ്കിലും കേട്ടോണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ദൂത് വിളിച്ചു പറയുന്നു. ഇനി നീ നിരാശയുടെ ശബ്ദമല്ല കേൾക്കാൻ പോകുന്നത്, നീ തോൽവിയുടെ ശബ്ദമല്ല കേൾക്കാൻ പോകുന്നത്. നിന്റെ കൂടാരത്തിന്റെ അകത്ത്, ഈ കൂടാരത്തിന്റെ ഐക്യ കൺവെൻഷന്റെ ഈ കൂടാരത്തിന്റെ അകത്ത് വെച്ച് ഞാൻ I declare and I decree, ഞാൻ വിളിച്ചു പറയുന്നു, ഇനി അവിടെ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷമായിരിക്കും. 2 ശബ്ദമാണ്. ഒന്ന് ഉല്ലാസത്തിന്റെ, 2 ജയത്തിന്റെ ഘോഷമായിരിക്കും. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം പറയുന്നത്, He changed the times and seasons. അവൻ കാലങ്ങൾ, എങ്ങനെയാ മലയാളത്തിൽ എങ്ങനെയാ കാലം സമയം 2:21, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. കാലങ്ങളെ സമയങ്ങളെ ദൈവം മാറ്റുന്നു. സീസൺ ചേഞ്ച് ആകുന്നു. ഇന്നലെ രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞു, തുടക്കമിട്ടു ദൈവം സീസൺ മാറ്റിക്കൊണ്ടിരിക്കുന്നു. പെന്തക്കോസ്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്തതുപോലെ ഒരു ഉണർവിന്റെ കാറ്റ് ദൈവം അയക്കാൻ പോകുന്നു. അതിന്റെ സീസൺ മാറാൻ പോകുന്നു. അതിനാണ് ഇവിടെ ഒരുമിച്ച് ദൈവം കൊണ്ടുവന്നത്. സ്തോത്രം. സീസൺ ചേഞ്ച് ആകുന്നു. എവിടൊക്കെ സീസൺ ചേഞ്ച് ആകുന്നു അവിടെ എല്ലാം ദൈവം ശബ്ദം പുറപ്പെടുപ്പിക്കും. ശബ്ദം എവിടെ പുറപ്പെടുന്നു അവിടെ കാലങ്ങൾ മാറുന്നു.
അവസ്ഥകൾ മാറുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം എവിടെ ആരംഭിക്കുന്നു അവിടെ ഒരു പുതിയ സീസൺ തുടങ്ങാൻ പോകുന്നു. നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഒരു പുതിയ സീസൺ 2024 തുടങ്ങണമെന്ന് ആഗ്രഹിച്ച ഇന്ന് രാത്രി നീ ശബ്ദം ഉയർത്തിക്കോ. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും മധ്യത്തിൽ ഒരു സൈലന്റ് ഇയേഴ്സ് ഉണ്ടായിരുന്നു. ശബ്ദമില്ലാതെ നിശബ്ദത്തിന്റെ യുഗമുണ്ടായിരുന്നു. ഡാർക്ക് ഏജ്, സൈലന്റ് ഇയേഴ്സ്. ശബ്ദം നിന്നുപോയി, സൈലന്റ് ആയിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ജനിക്കേണ്ടവൻ ജനിക്കണമായിരുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ കാലത്തിന്റെ പരിപൂർണതയിൽ വരേണ്ടവൻ വരണം. യേശുവിന്റെ ജനനം വാർത്ത ശബ്ദത്തോടെ മുഴങ്ങി. യേശുവിന്റെ ജനനം ആ സൈലന്റിനെ ബ്രേക്ക് ചെയ്തു. യോഹന്നാന്റെ ജനനം സൈലന്റിനെ ബ്രേക്ക് ചെയ്തു. ഇന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ട്. പല പ്രശ്നങ്ങൾക്കും ഉത്തരമില്ലാതെ മൗനം പാലിച്ച കാലങ്ങൾ ഉണ്ടായിരുന്നു. ഇനി നീ മൗനമല്ല. നിന്റെ കൂടാരത്തിന്റെ അകത്ത്, നിന്റെ ഭവനത്തിന്റെ അകത്ത് ഒരു ഉല്ലാസത്തിന്റെ, ഹല്ലേലൂയ, സന്തോഷത്തിന്റെ പാട്ടുപാടി തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കാലഘട്ടം ദൈവം നിനക്ക് വേണ്ടി മാറ്റിത്തിരിക്കാൻ പോകുന്നു. യേശുവിന്റെ ഉയർപ്പ് നടന്നപ്പോൾ ശബ്ദമുണ്ടായി. യേശു ഉയർത്തി എഴുന്നേറ്റപ്പം ശബ്ദമുണ്ടായി. യേശുവിന് ശേഷം പരിശുദ്ധാത്മാവ് രംഗപ്രവേശം ചെയ്തപ്പം ശബ്ദമുണ്ടായി. സ്തോത്രം പറയുന്നില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനു പറയട്ടെ, എന്റെ കർത്താവ് വീണ്ടും വരാറായി. അവൻ വരുമ്പോ ഒരു ശബ്ദമുണ്ട്, കാഹള ശബ്ദത്തോടെ, ഹല്ലേലൂയ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ. That means ശബ്ദം തുടങ്ങിയ ഒരു സീസൺ ചേഞ്ച് ആകാൻ പോകുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു 2024 ദൈവസഭകളിൽ ഒരു പുതിയ ശബ്ദം ദൈവം റിലീസ് ചെയ്യാൻ പോകുന്നു. ആ ശബ്ദമായിരിക്കും ആ വർഷത്തിൻ്റെ പ്രധാനമായ മൂവ് നടക്കുന്നത്. ദൈവ ശബ്ദം കേട്ട് സൂത്രത്തിൽ സ്വത്രം പറഞ്ഞു പോകുന്നവരല്ല. ഈ ദിവസങ്ങളിൽ ആ ശബ്ദം കേട്ടവരല്ല ഉണർവിന്റെ കാറ്റിലേക്ക്, അല്ലല്ല ഉണർവിന്റെ ശക്തിയിലേക്ക് അവർ മടങ്ങി വരാൻ പോകുന്ന. അത് വിശ്വസിക്കുന്നവർ, ആ വ്യക്തി നീ ആണെങ്കിൽ, ആ കുടുംബം നിന്റേതാണെങ്കിൽ, ഇടത്തോട്ടോ വലത്തോട്ടോ ഉള്ളവരെ നോക്കണ്ട. ഉച്ചത്തിൽ ശബ്ദമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞു, ഒരു സ്തോത്രം പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. ഇന്നലെ വായിച്ച വാക്യം നമ്പേഴ്സ് 10 സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, അതിൻ്റെ 8, 9, 10 ഈ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അഹരോന്റെ വംശക്കാർ, സ്തോത്രം, അവർ കാഹളം ഊതണം. സ്തോത്രം പറഞ്ഞില്ല എന്ന് പറഞ്ഞ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ച വംശക്കാർ അവർ കാഹളം ഊതണം. സ്തോത്രം പറ, സ്തോത്രം പറ. ഇപ്പോഴും ഒരു ചിന്ത, നമ്മളല്ലല്ലോ അതിന്. സ്തോത്രം. ഇരുട്ടിൽ കിടന്ന നിന്നെ
അതിശയകരമായ വെളിച്ചത്തിലേക്ക് വിളിച്ചു വേർതിരിച്ച സ്വത്രം നിന്നെ എന്നാ പുരോഹിത വംശമായി ദൈവം നിന്നെ തെരഞ്ഞെടുത്തെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ തമ്പുരാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച കാഹളം നീ ഊതിക്കൊള്ളണം. സ്വത്രം നീ ഊതിക്കൊള്ളണം. എല്ലാവർക്കും ഊതാൻ പ്രമാണമില്ല. 8-ാം വാക്യം ഒന്ന് വായിച്ച സിസ്റ്ററെ. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ആകുന്നു കാഹളം ഊതേണ്ടത്. ആരാ ഊതേണ്ടത്? പുരോഹിതന്മാർ ഊതണം. പുതിയ നിയമത്തിന്റെ പുരോഹിതന്മാർ ഇതിന്റെ അകത്തുണ്ടെങ്കിൽ ഒന്ന് നീട്ടി സ്വത്രം പറഞ്ഞ് ഒന്നുകൂടി പറ. പിശാച് കേൾക്കട്ടെ. ഈ ശബ്ദം നീ വിളിച്ചു പറയുമ്പോ അന്തരീക്ഷത്തിൽ ചില ശക്തികൾ മുറിവേറ്റ് താഴോട്ട് വീടുകൊണ്ടിരിക്കുന്നു. We must proclaim, we must declare. എപ്പ ഊതണം? വായിച്ചോ. ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. സ്വത്രം. പണ്ട് ഞങ്ങൾ ഭയങ്കര ആത്മാവിൽ ആരാധിച്ചു, പക്ഷെ ഇപ്പൊ അങ്ങ് ഒക്കുന്നില്ല. ആത്മാവ് റിട്ടയർഡ് ആയിപ്പോയോ? ചിലർ ഇരിപ്പ് കണ്ടപ്പം പെൻഷൻ പറ്റിയിരിക്കുകയാണ്. സ്വത്രം. കാലേബിനോട് ചോദിച്ചാ പറയും, മോശ എന്നെ വിളിച്ച നാള് ഉണ്ടായിരുന്ന ആരോഗ്യം ഇപ്പോഴുണ്ട്. പോകാനും വരാനും യുദ്ധം ചെയ്യാനും. സ്വത്രം, സ്വത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില് നീ വാ തുറന്ന് സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിന്റെ ദൈവത്തിന്റെ മുൻപില് നിന്റെ കുടുംബത്തിന്റെ പിക്ചർ അവിടെ വെളിപ്പെട്ട് വരും. നിന്റെ ശുശ്രൂഷ അവിടെ വെളിപ്പെട്ട് വരും. വെളിപ്പെട്ട് വരും. പ്രമാണമാ ഞാൻ പറയുന്നത്. എനിക്ക് ദൂതും എത്തിക്കണം. നിങ്ങളെ ആത്മാവിലൊന്ന് ഫയറപ്പ് ചെയ്യാനും എണ്ടുമുണ്ട്. സ്വത്രം. ഇടയ്ക്ക് ബ്രേക്ക് ഇടേണ്ട ഗതികേടുമുണ്ട്. സ്വത്രം. വായിച്ചോ. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളം ഊതേണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ചില ശക്തികളുണ്ട്. അത് കണ്ണിൽ കാണുന്ന ശക്തികളല്ല, കണ്ണിൽ കാണാതെ പ്രവർത്തിക്കുന്ന, അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളുണ്ട്. ആ ശക്തികളെ വെല്ലുവിളിക്കുന്ന ശബ്ദമായിരിക്കട്ടെ നിന്റെ ശബ്ദം. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില് പട്ടണത്തിന്റെ അകത്ത് വാഴ്വിക്കയില്ല എന്ന്, വിടുകയില്ല എന്ന്, നന്മ കാണാൻ വിടുത്തില്ല എന്ന്, നിന്റെ ഭവനത്തിൽ സമാധാനം ഉണ്ടാകുകയില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന പൈശാചിക ശക്തികളെ, അതിന്റെ കുടിപ്പാർപ്പുകളെ, അതിന്റെ അടിസ്ഥാന കല്ലുകളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില് ഇവിടെ നിന്ന് ഉയരുന്ന ശബ്ദം അതിനെ പൊളിക്കുന്നു. യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന് ദൈവദാസന്റെ വായിൽ നിന്ന് അരുൾ ചെയ്ത ശബ്ദം ഇന്ന് രാത്രി ജനം കാഹളമൂതട്ടെ. നിന്നെ ഞെരുക്കുന്ന, പ്രാർത്ഥിക്കാൻ വിടാതെ, ആരാധിക്കാൻ വിടാതെ, ആത്മീയ കാഴ്ചപ്പാടുകളെ മങ്ങിപ്പിച്ചുകൊണ്ട്, നിന്റെ വാഗ്ദത്തം പിടിച്ചെടുക്കാതെ നിന്റെ പൂട്ടിയിടുന്ന അന്ധകാര ശക്തിയെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില് സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, യഹോവയുടെ ആത്മാവിനാൽ ഞങ്ങൾ അതിനെ വെട്ടുന്നു. ദൂതന്മാരെ ഇറങ്ങി വെട്ടട്ടെ. ദൂതന്മാരോടെ കൽപ്പിക്കുന്നു, ദൂതന്മാരോടെ കൽപ്പിക്കുന്നു.
ദൈവത്തെ സേവിക്കുന്നവനും ദൈവത്തെ തിരസ്കരിക്കുന്നവനുമുള്ള ഹല്ലേലൂയ വ്യത്യാസം എന്തെന്ന് ജാതികൾ തിരിച്ചറിയത്തക്കവണ്ണം ഇന്ന് രാത്രി ആത്മാവിൽ ജ്വലിക്കുന്നവ, പരിശുദ്ധാത്മാവിന്റെ തീയിൽ ജ്വലിക്കുന്നവ ശബ്ദമുയർത്തട്ടെ. ഹല്ലേലൂയ. നീ സാധാരണക്കാരനല്ല, നീ സാധാരണക്കാരിയല്ല, നീ പുരോഹിത വംശക്കാരനാണ്. നിന്റെ മേലൊരു പുതപ്പുണ്ട്. നിനക്ക് ദൈവം തന്ന അഭിഷേകമുണ്ട്. കുറ്റം പറയുന്നവൻ പറയട്ടെ, നുണ പറയുന്നവൻ പറയട്ടെ, അസത്യം പ്രകടിപ്പിക്കുന്ന പ്രകടിപ്പിക്കട്ടെ. നിന്നെ വിളിച്ച ദൈവം അവൻ വിശ്വസ്തനാണ്. അന്ത്യത്തോളം നിന്നെ നടത്താൻ അവൻ ശക്തനെന്ന് വിശ്വസിക്കുന്നവ. നീ ഒരു യുദ്ധത്തിലാ, നീ ഒരു യുദ്ധത്തിലാ, നീ ഒരു ആത്മീയ യുദ്ധത്തിലാ. നിനക്ക് നേരെ പൊരുതുന്നത് ഈ ദേശത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളാ. ദാവീദിന് നേരെ തലപൊക്കിയത് ഗോലിയാത്തല്ല, ഗോലിയാത്തിന്റെ പുറകിൽ വ്യാപരിച്ച ദാഗോന്റെ ശക്തിയാ. പൗലോസിന് നേരെ ശബ്ദം ഉയർത്തിയത് ഏതൊരു ശക്തിയല്ല, ആർത്തിമേൽ ശക്തിയാ. The spirit of Diana. യോഹന്നാനേ, നിനക്ക് നേരെ തല ഉയർത്തിയത് ഹേരോദാനല്ല, അവന്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി. ഉദിക്കുക. പ്രതികൂലം വരുമ്പോ പിശാചൻ ദേശത്തിൽ നിന്ന് നിരക്കാൻ നോക്കുമ്പോ വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. യേശുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നീ കാഹളം ഊതിക്ക. നീ ഇരിക്കുന്ന സ്ഥലത്തിലിരുന്നോണ്ട് ഊതിക്ക. ഈ ശബ്ദ പരിമിതിയിലായിരിക്കുന്നവ ആയിരിക്കുന്ന മണ്ഡലത്തിൽ സ്വത്രം പറഞ്ഞോ. നിന്റെ വിടുതല ഇന്ന് രാത്രി, ഇന്ന് രാത്രി, ഇന്ന് രാത്രി. ഉണർവ്, ഉണർവ്. 2024 2024 ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അപ്പോ കാകള എല്ലാവർക്കും ഊതാൻ പ്രമാണമില്ല. പുരോഹിതൻ ഊതണം. സ്വത്രം, സ്വത്രം, സ്വത്രം. അടുത്ത് നീട്ടി ഊതിക്കൊള്ളണം. വായിച്ചോ, ബാക്കി വായിച്ചോ. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്തു. എന്തോ? നിങ്ങളെ ഓർത്തു. ഹലോ, നിങ്ങളെ ഓർത്തു. ഓർത്തു. എപ്പോഴാ ഓർത്ത്? ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്തപ്പല്ല, തലക്കനത്തിൽ ഇരുന്നപ്പല്ല, നീ കാകളം ഊതിയപ്പോ. സ്വത്രം. നീ ശബ്ദത്തിൽ സ്വത്രം പറഞ്ഞപ്പോ സ്വർഗം പറഞ്ഞു, ഇന്ന ആള്, ഇന്ന കുടുംബം, ഇന്ന സഭ, ഇന്ന വ്യക്തി, ഇന്ന ശുശ്രൂഷകൻ. ആ പിക്ചർ അങ്ങ് തെളിയ. കർത്താവിന്റെ മുൻപിൽ നിന്റെ വിഷയം തെളിയ. കർത്താവ് പറയുന്നു, ഇത് 2012 കിട്ടേണ്ട വിടുതലാണല്ലോ, ഇതുവരെ കിട്ടിയില്ലോ. 2024 വേഗത്തില് ഈ റിസൾട്ട് അങ്ങ് എത്തിച്ചേക്കണം. എന്താ കാരണം? ഞാനൊരു ശബ്ദം കേൾക്കുന്ന ഭൂമിയിൽ നിന്ന്, തിരുവല്ല പബ്ലിക് സ്റ്റേഡിയമിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. അത് എന്നെ ചിലതിനെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. നിന്റെ കുടുംബ ദൈവത്തിന്റെ മുൻപിൽ വരുന്നു, നിന്റെ വിഷയം ദൈവത്തിന്റെ മുൻപിൽ വരുന്നു, നിന്റെ രോഗസൗഖ്യം യേശുവിന്റെ മുൻപിൽ വരുന്നു. അടുത്ത് വായിച്ചോ, വായിച്ചോ, വായിച്ചോ. ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, നിങ്ങളുടെ സന്തോഷ ദിവസങ്ങളിലും. സ്വത്രം. ശ്രദ്ധിക്കണേ. 3, നീ കാഹളമൂതിയ. 1, ദൈവത്തിന്റെ മുൻപിൽ നിന്റെ വിഷയം, നിന്റെ കുടുംബം, നിന്റെ പേര്, സ്വത്രം, സകലതും അവിടെ തെളിയുക. കമ്പ്യൂട്ടർ തെളിയുന്നത് പോലെ തെളിഞ്ഞു വരിക. സ്വത്രം. ദൈവം നിന്നെ ഓർത്തു.
സ്വത്രം. അതുവരെ മിണ്ടാതിരുന്ന ദൈവം ഇപ്പം നിന്നെ ഓർക്കുന്നു. സ്വത്ര. ഹല്ലേലൂയ. ഈ യെശയ്യാപ്രവചനത്തിലൊരു വാക്യമുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 65:24 എന്ന് തോന്നുന്നു. പലപ്പോഴും നമ്മൾ വിളിച്ചാലും പ്രാർത്ഥിച്ചാലും വിടുതൽ കിട്ടാത്ത വിഷയങ്ങൾ പലതുമുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത്, നീ വിളിക്കുന്ന മുൻപ് അവൻ നിനക്ക് ഉത്തരം അരുളൂ. വായിച്ചോ സിസ്റ്റർ, വായിച്ചോ. അവർ വിളിക്കുന്നതിന് മുൻപേ, അവർ വിളിക്കുന്നതിന് മുൻപ് ഞാൻ ഉത്തരമരുളും. അതാണ് ഈ സംഭവം. നീ കാഹളം ഊതുമ്പോ, നീ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്തുപോയി മറന്നുപോയ വിഷയങ്ങൾ ദൈവത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിനക്ക് മറുപടി കിട്ടിക്കൊണ്ടിരിക്കുക. സ്വത്രം. നീ വിളിക്കുന്നതിന് മുൻപ് ദൈവം നിനക്ക് ഉത്തരം അരുളാൻ പോകുന്നു. അത് വിശ്വസിക്കുന്നവർ മാത്രം പറ. തൊട്ടടുത്തിരിക്കുന്നവരെ ഒന്ന് തൊട്ടേച്ച് പറയാ, ആ ദൈവദാസൻ എന്നെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതും എനിക്കുള്ളതെന്ന് പറഞ്ഞാട്ടെ. പറ സഹോദരി, പറ. ഷടാ. സ്വത്രം. നമ്മൾ ഉള്ളം കൊണ്ട് വിശ്വസിക്കും, തല കുലുക്കി ഏറ്റെടുക്കുകയും ചെയ്യും. അതാണോ പ്രമാണം? അല്ലല്ലോ. അങ്ങനെയാണോ? പിന്നെ എന്താ ചെയ്യണ്ടേ? ഉള്ളം കൊണ്ട് വിശ്വസിക്കും, വാ കൊണ്ട് അത് പറയാനാ പറയുന്നേ. See, there is a power in the tongue. നാവിന്മേൽ അധികാരമുണ്ടെന്ന് നിങ്ങൾ കൽപ്പിച്ചത്, നിങ്ങൾ പറഞ്ഞത്. ഓ ചുമ്മാ, അതൊന്നും നടക്കത്തില്ല. അതുകൊണ്ടാ നടക്കത്തെ. നടക്കുമെന്ന് പറ. ഒന്ന്, നീ വാ തുറക്കണം, ഡിക്ലെയർ ചെയ്യണം. അതാണ് ഉല്ലാസത്തിന്റെ ജയത്തിന്റെ നിശബ്ദം. ഘോഷം എന്ന് പറഞ്ഞ എന്നാ? ഡിക്ലറിങ്. 2024 ഡിക്ലെയർ ചെയ്യുമ്പോ, നിങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പോ സംതിങ് മാനിഫെസ്റ്റേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിന്മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോ പിതാവായ ദൈവം പറഞ്ഞു, ഇപ്പോൾ വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. സ്വത്രം. ആഴമുണ്ട്, ഇരുളുണ്ട്, മൗനത ഉണ്ട്, ആത്മാവ് വന്ന ചലനമുണ്ട്. ഉണ്ടാകുമ്പോ നീ എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യണം, നീ വാഗോണ്ട് എന്തെങ്കിലും ഏറ്റു പറയണം. അതുകൊണ്ടാ ഈ കാവൽക്കാരനെ പറ്റി പറയുമ്പോൾ അവൻ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കില്ല. അവൻ മിണ്ടാതിരിക്കത്തില്ല. സ്വത്രം എന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അത് സംഭവിച്ചുകൊണ്ടിരിക്കും. ആമേ. സ്വത്രം. തീ ഇറങ്ങുന്നവരെ മിണ്ടാതിരുന്നു. തീ ഇറങ്ങിക്കഴിഞ്ഞ ഇനി മിണ്ടാതിരിക്കരുത്. ബാലന്റെ പ്രവാചകന്മാർ ഒറ്റ എണ്ണ എസ്കേപ്പ് ആകരുത്. അതുവരെ അവന്മാർ സംസാരിക്കട്ടെ. പക്ഷേ തീ ഇറങ്ങിക്കഴിഞ്ഞ ഒറ്റവനും ഒരു ബാലന്റെ പ്രവാചകനും എസ്കേപ്പ് ആകാൻ വിടരുത്. ആത്മാവിന്റെ വാളെടുത്ത് വെട്ടിക്കൊള്ളണം. അതാ ദൂത്. നിന്റെ വിടുതല ദേശത്തിൽ നിന്ന് ഞെരുക്കുന്ന ശക്തികൾ നീ കാഹളം ഊതുമ്പോ അതിനെ നീ ഓവർകം ചെയ്യുന്നു. ആമേ. വായിച്ചോ സിസ്റ്റർ, വായിച്ചോ. നിങ്ങളുടെ സന്തോഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും നിങ്ങൾ ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിക്കുമ്പോൾ കാഹളം ഊതേണം. സ്തോത്രം. ഈ ഇസ്രായേൽ ജനത്തിന്റെ ഇവരെ എല്ലാ പെരുന്നാളും
ഈ ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് അപ്പോയിൻറ്റഡ് ടൈം, സമയം. ആ ഫുൾ മൂണിൻ്റെ സമയത്താണ് ഇവർ കാഹളം ഊതുന്നത്. എല്ലാ പെരുന്നാളും ആ ഫുൾ മൂണിൻ്റെ ബേസ്ഡായിരിക്കും. സ്തോത്രം. ഇവർ യുദ്ധത്തിന് പോകുമ്പോൾ ശത്രു കയ്യിൽ ലഭിക്കുന്നതിന് മുൻപേ കാഹളം ഊതും. അതെന്നാ അറിയോ? കർത്താവ് ശത്രുവിനെ എൻ്റെ കയ്യിൽ തന്നതിനായി അഡ്വാൻസ് ആയിട്ട് സ്തോത്രം. വിടുതൽ തന്നതിനായി സ്തോത്രം. കുഞ്ഞിൻ്റെ ഭാവിയെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. സഭയെ വർദ്ധിപ്പിച്ചതിനായി സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. ആമേ. 2024 ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, എൻ്റെ ജനം ശബ്ദമുയർത്തുമ്പോൾ ഞാൻ അവരുടെ സീസണിനെ ചേഞ്ച് ചെയ്യാൻ പോകുന്നു. അവർ അവസ്ഥകളെ ഞാൻ മാറ്റാൻ പോകുന്നു. എല്ലാത്തിനും ഒരു സമയമുണ്ട്. സഭാപ്രസംഗി പറയുന്നത് പോലെ ആകാശത്തിൻ്റെ കീഴിൽ എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. നീ കരഞ്ഞ സമയമുണ്ട്, നിലവിളിച്ച സമയമുണ്ട്, പ്രതികൂലത്തിൽ കൂടി കടന്നുപോയ സമയമുണ്ട്, നഷ്ടപ്പെട്ട സമയമുണ്ട്. പക്ഷെ 2024 നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ സീസൺ ആരംഭിക്കുന്നു. പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞാൻ വിളിക്കുന്നതിന് മുൻപ് എൻ്റെ വിഷയത്തിന്മേൽ ദൈവം മറുപടി നൽകുന്നു എന്ന് വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ശബ്ദമുയർത്തി പൈശാചിക മണ്ഡലം മാത്രമല്ല, ഹല്ലേലൂയ, നിന്നെ തകർക്കാൻ നോക്കിയ അന്ധകാര ശക്തികൾ, യാഗങ്ങൾ, ഹോമങ്ങൾ, പൂജാകർമ്മങ്ങൾ, നിനക്ക് നേരെ പ്രാർത്ഥിച്ച എതിർ പ്രാർത്ഥനകൾ സകലതും തകർന്നു മാറാൻ ഇന്ന് രാത്രി നീ ശബ്ദമുയർത്തിക്കോ. ഈ പാളയത്തിന്റെ അകത്ത് a different kind of sound, വ്യത്യാസകരമായ സൗണ്ട് ഒക്കെ കേൾക്കാം. പാളയത്തിൻ്റെ അകത്ത് ശബ്ദത്തിന് വ്യത്യാസങ്ങളുണ്ട്. ചിലർ പിറുവിറുക്കുന്ന ശബ്ദം കേൾക്കാം, ചിലർക്ക് നിരാശയുടെ ശബ്ദം കേൾക്കാം. നിങ്ങൾ പുറപ്പാട് പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ബുക്ക് ഓഫ് എക്സോഡസ് 32, 17 and 18, അവിടെ നോക്കുമ്പോൾ യോശുവ മോശയോട് പറയുന്നു, അവിടെ ഉല്ലാസത്തിന്റെ ഘോഷം ഞാൻ കേൾക്കുന്നു എന്ന്. മോശ പറഞ്ഞു, സ്വത്ര, അത് ജയത്തിന്റെ ഘോഷമല്ല, തോൽവിയുടെ ഘോഷമല്ല. സ്വത്രം, അതൊരു ഉല്ലാസത്തിന്റെ ഘോഷമാണ്. യോശുവ പറഞ്ഞ യുദ്ധത്തിന്റെ ശബ്ദം എന്നാണ്. ഇസ് ഇറ്റ് റൈറ്റ്? യോശുവ പറയുന്നത് അതൊരു യുദ്ധത്തിന്റെ ശബ്ദം. പക്ഷെ മോശ പറഞ്ഞു അത് ജയത്തിന്റെ അല്ല, തോൽവിയുടെ ശബ്ദമല്ല, അത് ഉത്സാഹത്തിന്റെ ശബ്ദമാണ്. സ്വത്രം. ഓരോരുത്തർക്കും ശബ്ദം തിരിച്ചറിയുന്ന ലെവലുണ്ട്. ചിലർ കേൾക്കുന്നത് എപ്പോഴും നിരാശയുടെ ശബ്ദം, തോൽവിയുടെ ശബ്ദം, തകർച്ചയുടെ ശബ്ദം, യുദ്ധത്തിന്റെ ശബ്ദം. പക്ഷെ ഇനി ചിലർ കേൾക്കുന്ന വിടുതലിന്റെ ശബ്ദം, അത്ഭുതത്തിന്റെ ശബ്ദം, ഉണർവിന്റെ ശബ്ദം. അത് കേൾക്കുന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പിശാച് കാണുക 2 കരങ്ങൾ ഉയർത്തി ഒരു ഉച്ചത്തിലൊരു സ്തോത്രം പറഞ്ഞേ. ശബ്ദം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ. ഈ ശബ്ദത്തിന്റെ പ്രത്യേകത അവരവരുടെ ആത്മീയ നിലവാരത്തെ കാണിക്കുന്നു, അവരുടെ ആത്മീയ ലെവലിനെ കാണിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, 2024 എൻ്റെ ജനത്തോട് പറ, ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ശബ്ദം അത് വിടുതലിന്റെ ശബ്ദമായിരിക്കും, അത് ജയത്തിന്റെ ശബ്ദമായിരിക്കും, അത് അത്ഭുതത്തിന്റെ ശബ്ദമായിരിക്കും,
അത് ഉണർവിന്റെ ശബ്ദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചോ. 2024 അങ്ങനത്തെ ശബ്ദങ്ങൾ നിങ്ങളുടെ ചെവിയിൽ കേൾക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അതിനെ റിലീസ് ചെയ്യുന്നു. വഴിയരയിൽ നിൽക്കുന്ന തിമായിയുടെ മകൻ ബാർത്തിമായി, ഭിക്ഷ യാചിക്കുന്ന കുരുടൻ, ജന്മനാൽ കുരുടൻ. ആ വഴിയിൽ പലരും കടന്നു ചെന്നിട്ടുണ്ട്. അതുവരെ കേൾക്കാത്ത ഒരു ശബ്ദം അവൻ്റെ ചെവിയിൽ അന്ന് കേട്ടു. അതുവരെ മിണ്ടാതിരുന്ന കുരുടൻ അവൻ ചോദിച്ചു, ഈ വഴിയിൽ ആരാ പോകുന്നത്? ചിലർ പറഞ്ഞു, എടോ ബെഗ്ഗ, ആര് പോയാലും ആര് വന്നാലും തനിക്കെന്തടോ? സ്വത്രം, തൻ്റെ പണി നോക്ക്, പോടോ. ഹല്ലേലൂയ. പക്ഷെ ഇവൻ ശബ്ദം കേട്ടവൻ, ഇവനറിയാൻ എൻ്റെ സീസൺ മാറാൻ പോകുന്നു. മറ്റുള്ളവർക്ക് വിഷയമല്ല. സ്വത്രം, ചിലരൊക്കെ മിണ്ടാതിരിക്കുമ്പോൾ ഓർത്തോ, അവർക്കിതൊന്നും വിഷയമല്ല. പക്ഷെ ശബ്ദം കേട്ട നിനക്ക് നിന്റെ സീസൺ മാറാൻ പോകുന്നു, നിന്റെ അവസ്ഥ മാറാൻ പോകുന്നു. സ്വത്രം സ്വത്രം സ്വത്രം. ഗെറ്റ് റെഡി, 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 ഗെറ്റ് റെഡി. അവൻ പറഞ്ഞു, അച്ചായ ആരാ ഈ വഴിയിൽ പോകുന്ന ആരാ? എടാ, തന്നോടല്ലോ പറഞ്ഞേ, ഒന്ന് വാടച്ചിരിക്കണോ? സ്വത്ര. വീണ്ടും വീണ്ടും ഇവന്റെ ചെവിയിൽ കേൾക്കുന്ന ഒരു വ്യത്യാസകരമായ ശബ്ദമാണ്. യോശുവ കേൾക്കുന്ന ശബ്ദമല്ല മോശ കേൾക്കുന്നത്. ഇതിൻ്റെ അകത്ത് ദൂത് പറയുമ്പോ ചിലർ കേൾക്കുന്ന ശബ്ദം ഒരു സാധാരണ ശബ്ദം. ഇനി ചിലർ കേൾക്കുന്നത് ഒരു ഭയങ്കര ഉണർവിൻ്റെ ശബ്ദം കേൾക്കുന്നു. അല്പം കഴിഞ്ഞു, ഇവൻ നിർത്തിയില്ല. അവിടെ മറ്റാരോടെ ചോദിച്ചോ, അച്ചായ ഒന്ന് പറ എന്നേ, ആരാ ഈ വഴിയിൽ ആരാ പോകുന്നേ? എടോ, അത് നസ്രേത്തിന്റെ യേശു, നസ്രേത്തുകാരനായ യേശു. കൂടെ നടക്കുന്നവൻ, യേശുവിന്റെ പുറകെ നടന്ന് ഓസാന പറയുന്നവൻ, യേശുവിന്റെ കൂടെ നടക്കുന്നവർ വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, വലിയ പ്രതീക്ഷ ഒന്നുമില്ല. സ്വത്രം. അവരുടെ ചിന്ത, ഇവൻ നസ്രേത്തുകാരനാ, നസ്രേത്തിൽ നിന്ന് ഒരു നന്മയും പ്രതീക്ഷിക്കണ്ട. ചിലർ ഇരിപ്പ് കണ്ടപ്പോ എനിക്ക് തോന്നി ഒരു പ്രതീക്ഷയില്ലാതെ. പക്ഷെ വഴി മധ്യത്തിൽ കിടക്കുന്ന ആ കുരുടന് കണ്ണ് കണ്ടില്ലെങ്കിലും അവന്റെ ചെവി ഭയങ്കര സൂക്ഷ്മത ഉള്ളതാ. അവൻ പറഞ്ഞു, ഇത് സാധാരണ ശബ്ദമല്ല, ഈ ശബ്ദം എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ശബ്ദമാണ്. അവന് മനസ്സിലായി, ഇത് നസ്രേത്തിന്റെ യേശു അല്ല, ഇവൻ ദാവീദിന്റെ പുത്രനാ. What is the difference? ദാവീദിന്റെ സന്തതിയിൽ ഒരു തലമുറ ജനിക്കാൻ പോകുന്നു. അവിടെ നിന്നാണ് രക്ഷ ഉണ്ടാകാൻ പോകുന്നത്. ഇവന് തിരിച്ചറിഞ്ഞു. ഇന്ന് രാത്രി ദൂത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലർക്കും പോയിന്റ് ഇമ്പോർട്ടൻറ്റ്, പലർക്കും അതിൻ്റെ സാഹചര്യം, പശ്ചാത്തലം, ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ചിലർക്ക് ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി, ഒരു ശബ്ദം മതി. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്, സ്വത്രം, ഇന്ന് നിങ്ങളുടെ മധ്യത്തിലൊരു പ്രാസംഗികനായിട്ട് നിർത്തിയത് ഒറ്റ ശബ്ദമാണ്. ഇടിവെട്ടുന്നത് പോലെ
ഈ ചെവിയിൽ കേട്ടതാ. നിന്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ് ഇന്നെന്ന്. ആ ശബ്ദത്തോടെ എൻ്റെ ക്രിക്കറ്റിനും സ്നേഹിതന്മാർക്കും എല്ലാവർക്കും ഗുഡ് ബൈ പറഞ്ഞ് ഈ ബൈബിളിനെ കയ്യിൽ പിടിച്ചവനാ ഞാൻ. ഇന്ന് രാത്രി ചിലതിൻ്റെ ചരിത്രത്തെ ദൈവം മാറ്റാൻ പോകുന്നു. ചില കുടുംബങ്ങളിൽ നിന്ന് അഭിഷക്തന്മാരെ, അഭിഷക്ത തലമുറകളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ പറ, ആ തലമുറ എൻ്റെ കുടുംബത്തിൽ നിന്നാണ്, അത് ഞാനാണ്. നീ കേൾക്കാത്ത ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. വഴിയിൽ നിന്നെ മഴ തടയാതിരിക്കാൻ വേഗത്തിൽ രഥം പൂട്ടിക്കൊണ്ട് സ്ഥലം വിട്ടോ. ഞാൻ വലിയൊരു മഴക്കോള്, മഴയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നു. ഇന്ന് രാത്രി ചിലർ കേട്ടിട്ടേ പോകണം. ഇന്ന് രാത്രി നീ ഭവനത്തിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ, നിന്റെ പ്രാർത്ഥന മുറിയിൽ കയറുമ്പോൾ, ഇന്ന് രാത്രി നീ ചില ശബ്ദം കേൾക്കുക. ആ ശബ്ദം, ആ ദൂത് നിന്റെ ശുശ്രൂഷയുടെ മുഖച്ഛായ മാറ്റുക. നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിന്റെ വായിൽ കൂടി പ്രവചന ശബ്ദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, വചന വെളിപ്പാടുകൾ വന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി 2024 ദൈവം ചില ശബ്ദങ്ങളെ ചിലർക്ക് വേണ്ടി റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രാപിച്ചെടുക്കുന്നവർ പ്രാപിച്ചെടുത്തു. മാനുഷികമായ ശബ്ദങ്ങൾ, ജഡികമായ ശബ്ദങ്ങൾ, ആത്മീയ നിലവാരത്തിന് യോഗ്യതയില്ലാത്ത ശബ്ദങ്ങൾ. ഇന്ന് രാത്രി അത് കേട്ട് നീ മടിച്ച്, ആത്മീയതയിൽ മുരടിച്ച്, പ്രാർത്ഥനയില്ല, സ്തോത്രം പഠിച്ചത് പാടിക്കൊണ്ട് ദൈവമായിട്ടൊരു ബന്ധമില്ല, ഒരു ഇൻറ്റിമസി ഇല്ല, സ്തോത്രം നീ തകർച്ചയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി നീ മടങ്ങി വന്ന ദൈവശബ്ദത്തിലേക്ക് മടങ്ങി വന്ന ഇന്ന് രാത്രി നിന്റെ ചരിത്രം മാറാൻ പോകുന്നു. കുരുടൻ പറഞ്ഞു, ദാവീദ് പുത്ര, എന്നോട് മനസ്സലിയണമേ. കർത്താവ് അങ്ങ് നിന്നു. ശബ്ദം തിരിച്ചറിയുന്നവന് വേണ്ടിയാ ദൈവം നിൽക്കുന്നത്. സൂത്രത്തിൽ സ്വത്രം പറഞ്ഞ് പോകുന്നവർക്ക് വേണ്ടിയല്ല. ശബ്ദം തിരിച്ചറിഞ്ഞ അവൻ നിന്നെ ഓർക്കും, അവൻ നിന്റെ കുടുംബത്തെ ഓർക്കും, നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയം അവൻ ഓർക്കും, അവരെ ഭാവിയെ കുറിച്ച് അവൻ ഓർക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്റെ ആത്മീയ നിലവാരം ലോകപ്രകാരമുള്ള ശബ്ദമല്ല, ഉയരത്തെ ശബ്ദം കേൾക്കത്തക്കവണ്ണം നിന്റെ ചെവികൾ ഇന്ന് രാത്രി തുറന്നു വരട്ടെ. വചനത്തിൻ്റെ വെളിപ്പാടും വ്യാഖ്യാനവും ദൈവശബ്ദവും. ആമേൻ. വി നീഡ് ലോഗോസ്, വി നീഡ് റേമ. നമുക്ക് എഴുതപ്പെട്ട വചനം ആവശ്യമാണ്. അടുക്കും ചിട്ടയോടെ അത് പഠിച്ചിരിക്കണം. അടിസ്ഥാന ഉപദേശങ്ങൾ വ്യക്തമായും ശക്തമായിട്ടും നല്ല രീതിയിൽ പഠിച്ചവനാ ഞാനും. സ്തോത്രം. ചിലരൊക്കെ പറയും ദുരുപദേശം. എനിക്കറിയത്തില്ല, ഇന്നുവരെ എനിക്കറിയത്തില്ല എന്താ ദുരുപദേശം. വാ സാറേ, വന്ന് എന്നെ ഒന്ന് പഠിപ്പിക്കുക. സ്തോത്രം. ഇല്ല, എൻ്റെ കൂടെ വാ, ഡിബേറ്റ് ചെയ്യുക, വചനമായിട്ടിരിക്കാം നമുക്ക്. സ്തോത്രം. ചുമ്മാ കാറ്റത്ത് വേണ്ടാത്ത വെടി വയ്ക്കരുത്. സ്തോത്രം. അത് കേട്ട് വിശ്വസിക്കുന്ന കുറേയാണോ. സ്തോത്രം. ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ എനിക്ക് ആരോ പത്രമല്ല അയച്ചു തന്നു. പാസ്റ്റർ ഇത് കണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, സ്തോത്രം, എനിക്ക് വായിക്കാൻ അറിയാത്തത് കൊണ്ട് ഈ വക ഒന്നും എൻ്റെ ചെവിയിൽ കേൾക്കത്തില്ല. എനിക്ക് കർത്താവായിട്ടൊരു ശബ്ദം കേട്ടിട്ടുണ്ട്. അത് വിളിച്ചു പറയാനാണ് എന്നെ ദൈവം നിയോജിച്ചത്. അത് ഞാൻ പറയുന്നു. ഇന്ന് രാത്രി ദൈവശബ്ദത്തിന് കീഴടങ്ങുക. ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിൻ്റെ അകത്ത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുയരട്ടെ. ജാതികൾ തിരിച്ചറിയട്ടെ, ഇവരുടെ ദൈവം യഹോവ
അവൻ വലങ്കൈ കൊണ്ട് അത്ഭുതം ചെയ്തിരിക്കുന്നു, വീര്യം പ്രവർത്തിച്ചിരിക്കുന്നു. കമാൻ, അത് വിശ്വസിക്കുന്നവർ എഴുന്നേൽക്കുന്നാട്ടെ, വേഗത്തിൽ എഴുന്നേൽക്കുന്നാട്ടെ. പ്രാർത്ഥിക്കാൻ പോകുന്നു. എന്നോടൊപ്പം ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായവർ മാത്രം ഒരു നിമിഷം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ തലയിൽ ഞാൻ കൈവയ്ക്കാനോ വന്ന് പ്രാർത്ഥിക്കാനോ ഉള്ള അവസരം ഒന്നുമില്ല. ഐ ലവ് ഇറ്റ്. എൻ്റെ ക്രൂസൈഡുകളിലെല്ലാം ഞാൻ ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ ആ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കരം അല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ കരം നിങ്ങളുടെ ശിരസിൽ സ്പർശിക്കുന്നത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ആ നിൽക്കുന്ന നിൽപ്പെടുത്ത്, സ്വത്രം, ആ നിൽക്കുന്ന നിൽപ്പെടുത്ത് 2 മിനിറ്റ് ഞാൻ വൈൻഡപ്പ് ചെയ്യും. 2 മിനിറ്റ് നിൽക്കുന്ന സ്ഥലത്ത് അവിടെ തന്നെ നിന്നോ. പ്രാർത്ഥിക്കാൻ പോകുന്നു. ആർ യു റെഡി? വാ തുറന്ന് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരത്തിൽ, അത് നിൻ്റെ ഭവനത്തിൽ, അതിവിടെ നിന്ന് ആരംഭിക്കാൻ തയ്യാറാണ്. ഡു യു ഹാവ് ട്രംപിറ്റ്? ഉല്ലാസത്തിൻ്റെ ഘോഷം. ആർ യു റെഡി? ക്യാൻ യു? പ്രാർത്ഥിക്കാൻ പോകുന്ന ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ ചെവി, നിങ്ങളുടെ കരണത്തിൽ കേൾക്കുന്ന ശബ്ദം ഒരു നിരാശയുടെ ശബ്ദമല്ല, പ്രതികൂലത്തിൻ്റെ ശബ്ദമല്ല. വാഗ്ദത്ത ദേശം, ദൈവം ഒരുക്കിയ ദേശം, പാലും തേനും ഒഴുകുന്ന ദേശം. 10 പേർ നിരാശ പറഞ്ഞപ്പം 2 പേർ പോസിറ്റീവ് പറഞ്ഞു. 10 പേർ മറ്റുള്ളവരെ കരയിപ്പിച്ചപ്പോൾ 2 പേർ ഉത്സഹിപ്പിച്ചു. ആ 2 പേരാണ് യോശുവയും കാലേബും. നീ ആരെ കൂട്ടത്തില? മെജോറിറ്റി ഒരു സൈഡ് ഇരിക്കട്ടെ, മൈനോറിറ്റി 2 പേരേ ഉള്ളൂ. വിശ്വാസത്തിൽ 2 പേരുണ്ടെങ്കിൽ മതി. ഹല്ലേലൂയ. വിശ്വാസത്തോടെ മറിയയും എലിസബത്തും സ്വത്രം പറഞ്ഞാൽ മതി. വയറ്റിൽ കിടക്കുന്ന പിള്ളത്തുള്ളൂ. ഇന്ന് രാത്രി അതാകട്ടെ. ശബ്ദമുയർത്തി കമാൻ, ശബ്ദമുയർത്തി യേശുവിന്റെ നാമത്തിൽ ഇവരെ കുടുംബങ്ങളിൽ, ഇവരെ ജീവിതത്തിൽ, സഭയിൽ, മിനിസ്ട്രിയിൽ ദൈവ ശബ്ദം മുഴങ്ങട്ടെ. ഉല്ലാസത്തിന്റെ ശബ്ദം, ജയത്തിന്റെ ഘോഷം ഇപ്പോൾ റിലീസ് ചെയ്യുന്നു.